പേര് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങിയ ഹൈപ്പ് ചിത്രം തിയേറ്ററിലെത്തുന്നതുവരെ തുടരുകയും എന്നാൽ റിലീസ് ദിവസം എത്തിയപ്പോൾ ഫാൻ ഷോകൾക്കപ്പുറം ഉയരാതിരിക്കുകയും ചെയ്ത സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസും മോഹൻലാലും ചേർന്ന കൂട്ടുകെട്ട് ചിത്രത്തിനെ റെക്കോർഡ് വിജയത്തിലേക്ക് എത്തിക്കാതെ പ്രതീക്ഷകൾക്ക് തടസ്സമിട്ടു. മോഹൻലാലിന്റെ തിരിച്ചുവരവല്ല ചിത്രമെന്ന് പ്രേക്ഷകർ വിധിച്ചു. ഇപ്പോഴിതാ ചിത്രം OTT-യിലെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിന്റെ തിരിച്ചുവരവ് ചിത്രമെന്ന് പ്രേക്ഷകർ വീണ്ടും പറഞ്ഞു തുടങ്ങി. വാലിബൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. പണ്ട് നമ്മൾ വായിച്ച കഥകളിലെ പോലെ ദൃശ്യാവിഷ്കാരം. വാലിബൻ ഒരിക്കലും ഈ കാലത്തെ സിനിമകളെ കഥയ്ക്കോ വേഗതയ്ക്കോ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല. നമ്മൾ ആ കഥയിലേക്കും ലോകത്തേക്കും ഇറങ്ങിച്ചെല്ലണം. ക്ഷമയോടെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ. അപ്പോൾ മാത്രം ആ സിനിമ ആസ്വദിക്കാനാകുമെന്ന് കൃഷ്ണ VM എന്ന എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ്. കാണുമ്പോൾ രോമാഞ്ചം കൊള്ളുമെന്ന് വാലിബനിലെ ചില രംഗങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അഭിജിത്ത് രവി പറയുന്നു. ലിജോ ജോസ് വീണ്ടും ഒരു മാജിക് കാണിച്ചിരിക്കുന്നുവെന്നും യാഥാർത്ഥ്യവും മിഥ്യയും ഇടകലർത്തി അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളോടെ മിശ്രണം ചെയ്തുവെന്ന് ഹർഷ ജെയിൻ. വാലിബനെ ഇതേ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് ഒരു മാസ് ആക്ഷൻ പടം എടുക്കാമോ എന്ന് AKV എന്ന എക്സ് പോസ്റ്റ്. റിവ്യൂ അനുസരിച്ച് 2024 ഇറങ്ങിയ ഏറ്റവും മോശം പടമാണ് വാലിബനെന്ന് തോന്നുമെന്നും എന്നാൽ OTT-യിൽ ഇറങ്ങിയപ്പോൾ പടം ഏറെ ഇഷ്ടമായെന്നും നിഖിത മുരളീധരൻ എക്സിൽ കുറിച്ചു. വാലിബന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണെന്ന് സുബീഷ് പോസ്റ്റ് പങ്കുവച്ചു. റിലീസ് ദിവസം ഹൈപ്പിനൊത്ത് തിയേറ്റർ വിജയം നേടാൻ കഴിയാത്ത ചിത്രം OTT-യിൽ സ്വീകാര്യത നേടുന്നതും അപൂർവമാണ്. മോഹൻലാലിനെ വിമർശിച്ചവർ തന്നെ വാലിബനെ പ്രശംസിക്കുന്നുമുണ്ട്. ലിജോ മോഹൻലാൽ കൂട്ടുകെട്ട് പ്രേക്ഷകരെ അത്ര നിരാശപ്പെടുത്തിയെന്ന് ഏതായാലും പറയാനാകില്ല.